ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പലരും സ്വദേശത്തും വിദേശത്തും ഒക്കെയായി ധാരാളം വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നവരാണ്. അത് വിനോദത്തിനും വിജ്ഞാനത്തിനും സൗഹൃദ ബന്ധങ്ങൾ ദൃഢതരമാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സന്ദർശനങ്ങളായിരിക്കും അവ. എന്നാൽ നമ്മുടെ ഭാഷയുടെ പ്രിയങ്കരനായ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ് പവിത്രമായ തിരൂരിലെ തുഞ്ചൻ പറമ്പ് സന്ദർശിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് ഇതിനകം അവസരമുണ്ടായിട്ടുണ്ട്? ഭാഷയുടെ ഈടുവയ്പ്പുകളായ അമൂല്യനിധികളായ അതിമഹത്തും ബൃഹത്തുമായ ഗ്രന്ഥശേഖരമടങ്ങിയ വിശാലമായ ഒരു ലൈബ്രറി അവിടെയുണ്ട്. എഴുത്തച്ഛൻ രാമായണവും മഹാഭാരതവും അതിന്റെ ശീലികൾ എഴുതി തീർക്കുന്നതിന് ഉപയോഗിച്ച എഴുത്താണിയും അതുപോലെ താളിയോല ഗ്രന്ഥങ്ങളും എല്ലാം ഒരു നിധി പോലെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കൈക്കാത്ത കാഞ്ഞിരമരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതൊരു അതിശയമായി തോന്നാം. എന്നാൽ പ്രകൃതിയുടെ സവിശേഷമായ ഈ പ്രത്യേകത തുഞ്ചൻ പറമ്പിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതെല്ലാം നേരിട്ട് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും പഠിക്കുന്നതിനും ഉള്ളൊരവസരം കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് ഒരുക്കുകയാണ്. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് എന്നത് സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ ദീർഘകാലമായി സേവനം അനുഷ്ഠിച്ച ശേഷം വിരമിച്ച ദേശീയ ബോധവും ജനാധിപത്യ വിശ്വാസങ്ങളും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന അധ്യാപകരുടെ ഏക സംഘടനയാണ്. ഫെബ്രുവരി 6, 7 തീയതികളിലായി സംഘടനയുടെ 23ാമത് സംസ്ഥാന വാർഷിക സമ്മേളനം ഇത്തവണ തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിതമായി ശബ്ദം ഉയർത്തുന്നതോടൊപ്പം ദേശീയബോധവും ജനാധിപത്യവുമുള്ള അധ്യാപക സമൂഹത്തെ രാജ്യ താൽപര്യത്തിനു വേണ്ടി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയുക്തമാക്കുക എന്നതും സംഘടനയുടെ ലക്ഷ്യമാണ്. അതോടൊപ്പം അധ്യാപകരിൽ അന്തർലീനമായിട്ടുള്ള സർഗാത്മകത, സാഹിത്യവാസന ഇതൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുവാനും പരിപോഷിപ്പിക്കുവാനും അവയൊക്കെ പ്രകടിപ്പിക്കുവാനുമുള്ള അവസരം KRTC പലപ്പോഴും ഒരുക്കുന്നുണ്ട്. അതിന് പ്രോത്സാഹനങ്ങളും അവാർഡുകളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ 22 വർഷങ്ങളായി തിരുവനന്തപുരത്ത് അധ്യാപക ഭവനിൽ നടത്തിയിരുന്ന സമ്മേളനമാണ് ഇക്കുറി തിരൂരിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പങ്കെടുക്കുന്ന മറ്റു സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളവും അതൊരു പ്രത്യേകമായ അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സവിശേഷമായ ഈ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ഈ സമ്മേളന നഗരിയിലെത്തി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കുന്നതോടൊപ്പം തന്നെ തുഞ്ചൻ പറമ്പിന്റെ മഹത്തായ പാരമ്പര്യം അനുഭവിച്ചറിയുവാനും അവസരം ഒരുക്കണം എന്ന് വളരെ വിനീതമായി എല്ലാ പ്രിയപ്പെട്ടവരോടും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.